ഹലോ ഫ്രണ്ട്സ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോ ജപ്പാനെക്കുറിച്ച് അറിയുന്ന എല്ലാ കുട്ടികളുടെയും ആഗ്രഹം പോലെ തന്നെ എൻ്റെയും ഒരു കാലത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഈ റൈഡുകളൊക്കെ ആസ്വദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം സെൻഡായിൽ നിന്നും ബസ്സിൽ കയറി 11 മണിക്കൂർ യാത്ര ചെയ്ത് രാവിലെ 7:30 ഒസാക്കയിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വന്നിറങ്ങി. 8:30 ഈ തീം പാർക്ക് ഓപ്പൺ ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾ എത്തുന്നതിന് മുൻപേ തന്നെ അവിടെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ പാർക്കിലെ റൈഡുകൾ ട്രയൽ റണ്ണുകളും തുടങ്ങിക്കഴിഞ്ഞു. പാർക്ക് തുറന്നപ്പോൾ എല്ലാവരും നേരെ ഓടുന്നത് നിൻ്റെൻഡോ വേൾഡിലേക്കാണ്. കാരണം അവിടെയുള്ള ചില റൈഡുകളിൽ നമ്മൾക്ക് കയറണമെങ്കിൽ ചില സമയങ്ങളിൽ ടൈംഡ് എൻട്രി ടിക്കറ്റ് എന്ന ടിക്കറ്റ് കൂടി എടുക്കണം. എന്നാൽ ഈ സമയത്ത് ടൈംഡ് എൻട്രി ടിക്കറ്റുകൾ വേണമെന്നില്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും കയറാം. അതുകൊണ്ടായിരിക്കണം എല്ലാവരും അങ്ങോട്ട് ഓടുന്നത്. നിൻ്റെൻഡോ വേൾഡിനകത്തേക്ക് കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഇഷ്ടിക ബ്ലോക്കുകൾക്കിടയിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ബ്ലോക്കുകളിൽ കൈകൊണ്ട് ചാടിയിടിച്ച് അതിൽ നിന്നും വരുന്ന കൂണുകൾ ഭക്ഷിച്ച് വളർന്നു വലുതായി ശക്തിമാനാവുന്ന, തന്നെ ആക്രമിക്കാൻ വരുന്ന ആമയുടെ തലയിൽ ചാടിച്ചവിട്ടി അതിനെ ബോൾ പോലെ ചവിട്ടിത്തെറിപ്പിക്കുന്ന, തന്നെ കടിക്കാൻ ശ്രമിക്കുന്ന ചെടികളെയും മറ്റു ശത്രുക്കളെയും വെടിയുണ്ടയുതിർത്ത് തോൽപ്പിക്കുന്ന മാരിയോയുടെയും ലൂയിജിയുടെയും ഒരു മനോഹരമായ ലോകം. ശരിക്കും എൻ്റെ തന്നെ ബാല്യത്തിലേക്ക് ഞാൻ നടത്തിയ ഒരു യാത്രയായിരുന്നു ഈ റൈഡെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ മാരിയോയുടെ ഈ ലോകം ചുറ്റിക്കാണുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒരു റൈഡ് എന്നെപ്പോലെ പിഞ്ച് ഹൃദയമുള്ളവർ മാത്രം ഉപയോഗിക്കുന്ന ഒരു റൈഡാണ്. കുറച്ച് കഠിന ഹൃദയർക്ക് വേണ്ടി തൊട്ടപ്പുറത്തായി മാരിയോ കാർട്ട് കൂപ്പ ചലഞ്ച്, അതുപോലെ തന്നെ മൈൻക്രാഫ്റ്റ് മാഡ്നസ് എന്നീ റൈഡുകളും അവൈലബിൾ ആണ്. മറ്റൊരു ഭാഗത്തായി മാരിയോയും ലൂയിജിയും ആളുകളെ രസിപ്പിക്കുകയും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് മൈൻക്രാഫ്റ്റ് മാഡ്നസ് എന്ന റൈഡിലേക്കാണ്. ഓരോ റൈഡിനും എത്ര സമയമാണ് വെയിറ്റിംഗ് ടൈം വേണ്ടി വരിക എന്നുള്ളത് അവർ നേരത്തെ തന്നെ അവിടെ ബോർഡ് വെച്ച് കാണിക്കുന്നുണ്ട്. അത് ഓരോ സമയവും ചേഞ്ച് ആവുന്നുമുണ്ട്. മൈൻക്രാഫ്റ്റ് മാഡ്നസിന് വേണ്ടിയിരുന്നത് 2.5 മണിക്കൂർ വെയിറ്റിംഗ് ടൈമാണ്. അങ്ങനെ ഞങ്ങളും വരി നിന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. ചില സാങ്കേതിക തകരാറുകൾ മൂലം ഈ റൈഡ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. നിങ്ങളെ സെക്യൂരിറ്റി ജീവനക്കാർ പുറത്തേക്ക് ആനയിക്കുകയും നിങ്ങളുടെ സമയം കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും ഒരു റൈഡിന് മാത്രമായി ഒരു എക്സ്പ്രസ് ടിക്കറ്റ് നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന അനൗൺസ്മെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ആ എക്സ്പ്രസ് ടിക്കറ്റ് വാങ്ങി ഞങ്ങൾ നേരെ ജൂറാസിക് വേൾഡ് റൈഡിലേക്ക് നടന്നു.